പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഫെബ്രുവരി മാസം 16-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ബലവും ധൈര്യമുള്ളവരായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്റെ കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് മഹത്വത്തിൻ്റെ ഒരു വെളിപ്പാട് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ, ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ബലവും ധൈര്യമുള്ളവരായിരിക്കുക, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ നിങ്ങളുടെ കൂടെ പോരുന്നു. അവൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വചനത്തിനകത്ത് നാം ചിന്തിക്കുമ്പോൾ ബലമുള്ളവരായിരിക്കണമെന്നും പേടിക്കരുതെന്നും ഭ്രമിക്കരുതെന്നും പറയാൻ കാരണം വലിയവനായ ദൈവം നമ്മുടെ കൂടെ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ നിങ്ങളുടെ കൂടെ പോരുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവം കൂടെയുണ്ടെങ്കിൽ, ദാവീദ് 23-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കൂരിരു താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ മരണത്തിൻ്റെ നിഴലിലാണെങ്കിലും കൂരിലാണെങ്കിലും ഞാനും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതേ നിലയിൽ തന്നെ ആവർത്തന പുസ്തകം പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ നിങ്ങളുടെ കൂടെ പോരുകയാണ്. മഹത്വത്തിനകത്ത് നാം ചിന്തിക്കുമ്പോൾ മഹത്വം നമ്മിൽ വെളിപ്പെടുന്നത് അല്ലെങ്കിൽ നാം അറിയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ അളവിലാണ്. ഇതാ, മോശയോട് ദൈവം പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ ഏത് അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ചലിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം നീങ്ങിപ്പോകും. നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള വലിയ ഉറപ്പ്. ഒന്നുകൂടെ നിങ്ങളൊന്ന് നോക്കേ, 40 വർഷം ഇസ്രായേൽ മക്കൾ ഇതാ മരുഭൂമിയിലൂടെ വാഗ്ദത്ത ദേശത്തിലേക്ക് നടക്കുകയാണ്. അവർ യാത്ര ചെയ്യുന്നത് മേഘത്തെ കണ്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം അവർക്ക് മുൻപും പിൻപുമായി ചലിച്ചു കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മേഘം ചലിക്കുമ്പോൾ അവർ യാത്ര ചെയ്യും. ആ നിലയിൽ ഇസ്രായേൽ മക്കൾ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ആഴം ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് ഭയത്തെ നമുക്ക് ജയിക്കാൻ കഴിയും. രണ്ടാമത്തതൊരു വലിയ ബോധ്യമാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല.
എൻ്റെ ദൈവം കൈവിടത്തില്ലെന്നും എൻ്റെ ദൈവം ഉപേക്ഷിക്കത്തില്ലെന്നുള്ളത് ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവരെ ഉള്ളിലേക്ക് കയറിയാൽ നിങ്ങൾ ഇന്നു മുതൽ വിളിച്ചു പറയും, ഒരു പ്രതിസന്ധിക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല, ഒരു പ്രശ്നത്തിനും എന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ആഴം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. യെശയ്യാവ് 43 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഇപ്പോഴ് യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ വാക്യത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇപ്പോഴ് യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായവൻ നിന്നോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നമ്മെ നിർമ്മിച്ചവനും നമ്മെ സൃഷ്ടിച്ചവനുമായുള്ളവൻ നമ്മോട് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്, നീ എനിക്കുള്ളവൻ തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ എല്ലാ ഭയത്തെയും ജയിക്കുന്ന നിലയിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് തെളിയിക്കുകയാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം വലിയ ആഴമാണ് പ്രിയരെ. 2-ാമത്തെ വാക്യം, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവിയില്ല, നീ തീയിലൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 4 വലിയ വാഗ്ദത്തങ്ങളാണ് ഇവിടെ പറയുന്നത്. നീ വെള്ളത്തിലൂടെ കടന്നാൽ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ കടക്കുമ്പോൾ ദൈവം അവരുടെ കൂടെ ഇരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ ഇസ്രായേൽ മക്കളെ ചെങ്കടലിലൂടെ നടത്തുന്നത് പോലെ എൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പോകുകയാണ്. അവിടെ മോശയാണ് ആ ദൈവത്തിൻ്റെ വെളിപ്പാടിനെ വെളിപ്പെടുത്തുന്നത്. മോശ വഴി അടഞ്ഞു നിൽക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കി വിളിച്ചു പറയണം, അതിന് മോശ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. എന്നെ കേൾക്കുന്നവരെ, ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ ഇതാ മോശ ഇസ്രായേൽ മക്കളെ ബലപ്പെടുത്തി അക്കരയിലേക്ക് നടത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ വെള്ളത്തിലൂടെ കടന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അടുത്ത യോർദാനിലേക്ക് ഇസ്രായേൽ മക്കൾ ചെല്ലുമ്പോൾ നീ നദിയിലൂടെ കടക്കുമ്പോൾ നദി നിൻ്റെ മേളിൽ കവികയില്ലെന്നുള്ളതാണ്, നിന്നെ മൂടുകയില്ലെന്നുള്ളതാണ്. യോർദാനെ മുറിച്ച് നിന്നെ അക്കരെ കൊണ്ടുപോകാൻ ഇതാ അഭിഷേകത്തിൽ നിൽക്കുന്ന ജനത്തോട് ദൈവം വ്യക്തമായി വിളിച്ചു പറയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ വിശ്വസിക്കേണ്ട, കൈവിടത്തില്ല, ഈ യോർദാന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, വെള്ളത്തിലൂടെ നടന്നാലും നദിയിലൂടെ നീ പോയാലും നിൻ്റെ കൂടെ വരുന്ന കൈവിടാത്ത ഉപേക്ഷിക്കാത്തവൻ്റെ കരം ഇതാ നിന്നെ ബലപ്പെടുത്തുകയാണ്. നീ തീയിലൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാലയ്ക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ ഇതാ തീയിലേക്ക് കൊണ്ടുപോയവർ തീക്കിരയായി തീരുന്നത് കാണാം. അവർ തീയിലേക്ക് നടന്നെടുക്കുമ്പോൾ തന്നെ തീയുടെ ചൂട് കഠിനമാകയാൽ ആ കൊണ്ടുപോയവർ തീക്കിരയായി തീരുകയാണ്. എന്നാൽ അഗ്നിജാലയിലേക്ക് വീഴുന്ന 3 പേരോട് കൂടെ 4-ാമനായി എൻ്റെ ദൈവം ഇറങ്ങുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ധൈര്യത്തോട് പറഞ്ഞാട്ടെ, കൈവിടാത്ത, ഉപേക്ഷിക്കാത്തവൻ, കൂടെ വരുന്ന വലിയവനായ ദൈവം ഇതാ നിന്നെ എല്ലാ നിലയിലും വിടുവിക്കാൻ പോവുകയാണ്. ആ ദൈവ സാന്നിധ്യം, ദൈവമഹത്വം നിങ്ങളെ എല്ലാ നിലയിലും വിടുവിക്കാൻ പോവുകയാണ്. ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി പ്രോമിസായി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. യെശയ്യാവ് 41 അധ്യായം 10-ാമത്തെ വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ സ്വീകരിച്ചോ. ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ ഇതാ കൈവിടാത്തവൻ്റെ ശക്തി നമ്മുടെ മേളിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. കണ്ണുകൊണ്ടൊന്ന് അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം പ്രിയരെ. ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഈ പ്രഭാതത്തിൽ ചിലതിനെ ജയിക്കുകയാണ്, നിങ്ങളുടെ വിരോധങ്ങൾ അവസാനിക്കുകയാണ്. ആ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോട് ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാ ഇവർ പ്രതിസന്ധി ജയിക്കുകയാണ്, ഇവരുടെ ശത്രുവിനെ ജയിക്കുകയാണ്, ഇവരുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന രോഗങ്ങളെ ജയിക്കുകയാണ്. അസാധാരണമായ ദൈവപ്രവർത്തികൾ ഇതാ കൈവിടാത്ത, ഉപേക്ഷിക്കാത്തവൻ്റെ ശക്തി ഓരോ മക്കളെയും വിടുവിക്കുകയാണ്. കൂടെ വന്നുകൊണ്ട് ഞങ്ങളെ വിടുവിക്കുന്ന, ഞങ്ങളെ നടത്തുന്ന ദൈവ സാന്നിധ്യത്തിനായി, ദൈവശക്തിക്കായി, ദൈവമഹത്വത്തിനായി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. ഇതൊരു വലിയ സാക്ഷ്യത്തിൻ്റെ പ്രഭാതമാക്കണമേ, ഇതൊരു അത്ഭുതത്തിൻ്റെ പ്രഭാതമാക്കണമേ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളും ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ, വലിയ കരം കാണുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.